സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വർഷമായി ആചരിക്കുന്ന 2025-2026 അധ്യയന വർഷത്തിൽ ജൂൺ 3 മുതൽ ജൂൺ 13 വരെ വിവിധങ്ങളായ ബോധവൽക്കരണ ക്ലാസുകൾ മുക്കാട്ടുകര ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തി. HM വനജ ടീച്ചർ പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് തൃശ്ശൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ ഉണ്ണി നയിച്ചു. ജൂൺ 5-ാം തീയതി പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ സെക്ഷൻ ഓഫീസർ പ്രജീഷ് VPയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ഈ ബോധവൽക്കരണ ക്ലാസ്സിനോടനുബന്ധമായി നടത്തി. അതോടൊപ്പം തന്നെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ജൂൺ 9-ന് ഹെൽത്ത് ഇൻസ്പെക്ടർ റജി വി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കായിക വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് വിദ്യാലയത്തിൽ നടത്തി. ജൂൺ 10-ന് ഡിജിറ്റൽ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് അധ്യാപകനായ രതി ബോബിയുടെ നേതൃത്വത്തിൽ നടന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് വിശദീകരിച്ചു. പൊതുമുതൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് PTA പ്രസിഡന്റ് FNCK ജോർജിന്റെ നേതൃത്വത്തിൽ പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് KSFE ഡെപ്യൂട്ടി മാനേജർ വിനീത കെയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നടത്തി. പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വിവിധങ്ങളായ റോൾ പ്ലേ കുട്ടികളുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നടന്നു. ജൂൺ 3 മുതൽ ജൂൺ 13 വരെ വിദ്യാലയത്തിൽ നടന്ന വിവിധങ്ങളായ ബോധവൽക്കരണ ക്ലാസുകളെ സംബന്ധിച്ചുള്ള ക്രോഡീകരണം SRG കൺവീനർ ശ്രീ രതി ബോബിയുടെ നേതൃത്വത്തിൽ 13-ാം തീയതി വിദ്യാലയത്തിൽ നടന്നു. എന്തൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പോരായ്മകൾ, നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ടീച്ചർ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു.